Good morning all. So welcome to the ninth video. So first of all we can go through the recap of the previous classes. So in our previous videos we have studied about human resource management, the functions of human resource management, manpower planning, job analysis and its significance and its elements, and the various methods used in job analysis. And then we studied about job evaluation. And in our last video, we have studied about the different methods used to evaluate the different jobs of an industry. Okay, it consists of quantitative methods as well as non-quantitative methods. So total four methods are there. The non-quantitative methods are ranking method, then classification or grading method. So for quantitative methods, we have learned a shortcut. PF is a quantity, power factor is a quantity. So the methods that come under this quantitative methods are P for point rating method and F for factor comparison method. Okay. So ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിലെല്ലാം പഠിച്ചത്. So today we are going to a new topic. It is merit rating അല്ലെങ്കിൽ performance appraisal എന്ന് പറയും. Okay. Merit rating or performance appraisal. So the first point is it is also known as performance appraisal. Appraisal means a word in the meaning എന്താണ്? It means measurement അല്ലെങ്കിൽ എന്താണ്? Assessment എന്ന് പറയും. So how we measure or assess the performance of the employees in our industry. That's what we are doing in performance appraisal or merit rating. Next point is it is the systematic and orderly approach to find the relative worth or value of an employee working in an industry in terms of his performance, integrity, intelligence, leadership, etc. So ഇതെന്താണ് നമ്മൾ ഈ മെറിറ്റ് റേറ്റിംഗിൽ ചെയ്യുന്നത്? നമ്മൾ ഓരോ എംപ്ലോയീസിൻ്റെയും റിലേറ്റീവ് വെർത്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ജോബ് ഇവാലുവേഷനിൽ എന്താണ് ചെയ്തത്? നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഓരോ ജോബിൻ്റെയും റിലേറ്റീവ് വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. അത് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്തതേ ഇല്ല. സോ നമുക്ക് മെറിറ്റ് റേറ്റിംഗിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഓരോ എംപ്ലോയിയുടെയും റിലേറ്റീവ് വാല്യൂ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ അതാണ് നമ്മൾ മെറിറ്റ് റേറ്റിംഗിൽ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ജോബ് ഇവാലുവേഷൻ ഇവാലുവേറ്റ്സ് ദ ജോബ് only. So the job evaluation is concerned with the jobs of the industry only. It is not at all concerned with the person who is doing the job. So it determines the suitable wage structure for the job. So job evaluationലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു കമ്പനിയിലുള്ള ജോബ്സിനെ എല്ലാം ഇവാലുവേറ്റ് ചെയ്യും. അതിലൂടെ നമ്മൾ എന്താണ് ശരിക്കും ചെയ്യുന്നത്? ഓരോ ജോബിൻ്റെയും റെമ്യൂണറേഷൻ എന്താണ് എന്നുള്ളത് ഈ ഒരു ജോബ് ഇവാലുവേഷനിലൂടെ ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. That is, it determines the suitable wage structure for the job. So the next point is merit rating assesses the performance of the employee doing the work. It decides the rewards an employee should get in addition to the wages. മെറിറ്റ് റേറ്റിംഗിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഓരോ എംപ്ലോയിയുടെയും പെർഫോമൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. പെർഫോമൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന് കിട്ടുന്ന റെമ്യൂണറേഷന് കൂടെ തന്നെ എക്സ്ട്രാ റെമ്യൂണറേഷൻ എന്തെങ്കിലും കൊടുക്കണോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? മെറിറ്റ് റേറ്റിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസലിന്റെ ബേസിസിലാണ്. ഈ കൊടുക്കുന്ന എക്സ്ട്രാ റെമ്യൂണറേഷൻ നമ്മൾ എന്താ പറയുന്നത്? ഇൻസെൻറ്റീവ്സ് എന്ന് പറയും. ഇൻസെൻറ്റീവ്സിന് വേറെ പേരെന്ത് പറയാം? ബോണസ് എന്ന് പറയാം. സോ ദീസ് ആർ റിവാർഡ്സ് ടു ആൻ എംപ്ലോയി ഇൻ അഡീഷൻ ടു ഹിസ് ആക്ച്വൽ റെമ്യൂണറേഷൻ. ഓക്കെ, സോ മൂവിങ് ഓൺ. സോ നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് the methods of merit rating. So നമ്മൾ മെറിറ്റ് റേറ്റിംഗ് എന്താണെന്ന് കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? എങ്ങനെ നമുക്ക് ഈ മെറിറ്റ് റേറ്റിംഗ് ചെയ്യാം, എന്തൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു മെറിറ്റ് റേറ്റിംഗ് നടത്താം. ഓക്കെ, സോ ഹൗ വി ആർ ഗോയിങ് ടു പെർഫോം മെറിറ്റ് റേറ്റിംഗ്? 3 മെത്തേഡ്സ് ആർ ദെയർ. The first one is rating scale method, next one is checklist method, and the next one is employee comparison method. So ഈ ഒരു 3 മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ എംപ്ലോയീസിൻ്റെയും പെർഫോമൻസ് എന്താണ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, so we can discuss each one in detail. First of all, we are going to the rating scale method. So it is the simplest, oldest and the most conventional method of merit rating. So നമുക്ക് റേറ്റിംഗ് സ്കെയിൽ മെത്തേഡിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് നോക്കാം. The steps involved in rating scale method. First of all, define the merit factors to rate the employee. അതായത് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ എംപ്ലോയീസിനെയും
എന്താണ് റേറ്റ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. എന്തൊക്കെ രീതിയിൽ, എന്തൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു എംപ്ലോയീസിനെ എന്ത് ചെയ്യാം, റേറ്റ് ചെയ്യാം. സോ എന്തൊക്കെ ഫാക്ടേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം? ദ ഫാക്ടേഴ്സ് ക്യാൻ ബി ഇന്റലിജൻസ്, സ്റ്റാൻഡേർഡ് ഓഫ് ഔട്ട്പുട്ട്, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, ലീഡർഷിപ്പ്, നോളജ് എക്സെട്ര. സോ ഈ ഫാക്ടേഴ്സിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള എംപ്ലോയീസിനെ റേറ്റ് ചെയ്യാം. ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് മേ വേരി ഫ്രം 6 to 10. സോ നമ്മൾ ഈ തിരഞ്ഞെടുക്കുന്ന ഈ ഒരു മെറിറ്റ് ഫാക്ടേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 6 മുതൽ 10 വരെ ആകാം. ഓക്കെ, നമ്മൾ ഇതുപോലൊരു കാര്യം നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? ജോബ് ഇവാലുവേഷന്റെ ഒരു മെത്തേഡ് ആയിരുന്നു എന്താണ്, പോയിന്റ് റേറ്റിംഗ് മെത്തേഡ്. അതിലും നമ്മൾ എന്താണ് ഇതുപോലെ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ എടുത്ത എത്രയാണ്, 5 മുതൽ 10 വരെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ആ ഒരു ജോബിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. പിന്നീട് നമ്മൾ പഠിച്ച ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്, വൈറ്റ് കോളർ ജോബ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ജോബ്സ് ചെയ്യുന്ന ആൾക്കാരുടെ ജോബ് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്. അതിൽ നമ്മൾ ഉപയോഗിച്ച എത്ര ഫാക്ടേഴ്സ് ആയിരുന്നു? കൃത്യം 5 ഫാക്ടേഴ്സ് ആയിരുന്നു നമ്മൾ ആ ഒരു മെത്തേഡിൽ ഉപയോഗിച്ചത്. സോ coming back to this rating scale method, here the number of factors that are used to merit the employee can vary from 6 to 10. Okay, going to the next point, divide each factor into 3 or 5 degrees or grades like excellent, good, average, below average, poor, etc. സോ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, മെറിറ്റ് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തു. അതിന്റെ എണ്ണം എത്രയൊക്കെ ആവാം? 6 മുതൽ 10 വരെ ആകാം. ഈ ഓരോ ഫാക്ടേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, 3 മുതൽ 5 വരെ ഡിഗ്രീസ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രേഡ്സ് ആയിട്ടോ ഡിവൈഡ് ചെയ്യുന്നു. സോ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ഔട്ട്പുട്ട് എന്നൊരു ഫാക്ടർ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഓഫ് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്താണ്? ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട്. ഒരാളുടെ വർക്കിലുള്ള ക്വാളിറ്റി എത്രയാണ്, ഒരു എംപ്ലോയിയുടെ വർക്കിലുള്ള ക്വാളിറ്റി എത്രയാണെന്നുള്ളതാണ് ഈ സ്റ്റാൻഡേർഡ് ഓഫ് ഔട്ട്പുട്ടിൽ വരുന്നത്. അത് നമുക്ക് എങ്ങനെയൊക്കെ ഗ്രേഡ് ചെയ്യാം? എക്സലന്റ് ആണോ, ഗുഡ് ആണോ, ആവറേജ് ആണോ, ബിലോ ആവറേജ് ആണോ, അതോ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ഔട്ട്പുട്ട് വളരെ പുവർ ആണോ? ഈ ഒരു 5 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ തിരഞ്ഞെടുത്ത ഓരോ ഫാക്ടറിനെയും ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ വേറൊരെണ്ണം എടുത്താലോ, ലീഡർഷിപ്പ് ക്വാളിറ്റി. ഒരു എംപ്ലോയിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ഇത് വെച്ച് വിലയിരുത്തിക്കൂടെ? എങ്ങനെ വിലയിരുത്താം? ലീഡർഷിപ്പ് ക്വാളിറ്റി എക്സലന്റ് ആണോ, ഗുഡ് ആണോ, ആവറേജ് ആണോ, ബിലോ ആവറേജ് ആണോ, അതോ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ പുവർ ആണോ? ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ടാബുലേറ്റ് ചെയ്യാൻ വെക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഗീവ് സർട്ടൻ പോയിന്റ്സ് ടു ഈച്ച് ഗ്രേഡ്. സോ ഈ എക്സലന്റ്, ഗുഡ്, ആവറേജ്, ബിലോ ആവറേജ്, പുവർ എന്നുള്ള ഈ ഗ്രേഡുകൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ പോയിന്റുകൾ അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പോയിന്റുകൾ അസൈൻ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, ദ വെർത്ത് or value of the employee is calculated based on his total points. So total നമ്മൾ എത്ര ഫാക്ടേഴ്സ് ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്? 6 മുതൽ 10 ഫാക്ടർ വരെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓരോ ഫാക്ടറിനും എന്താണ് 3 മുതൽ 5 വരെ ഡിഗ്രീസ് ആയിട്ടുണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ ഡിഗ്രീസിനോ അല്ലെങ്കിൽ ഈ ഓരോ ഗ്രേഡിനും നമ്മൾ പോയിന്റ് അസൈൻ ചെയ്യുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ പോയിന്റ് കണ്ടുപിടിക്കാം. ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ടോട്ടൽ പോയിന്റ് എത്രയാണ്? സോ ഈ ഒരു ടോട്ടൽ പോയിന്റിന്റെ ബേസിസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏറ്റവും പെർഫോമൻസ് കൂടിയ എംപ്ലോയി ആരാണെന്ന് കണ്ടുപിടിക്കാം, അതുപോലെ പെർഫോമൻസ് കുറഞ്ഞ എംപ്ലോയി ആരാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദി സെക്കൻഡ് മെത്തേഡ്, ഇറ്റ് ഈസ് ചെക്ക്ലിസ്റ്റ് മെത്തേഡ്. The first point is supervisors are provided with printed forms with list of questions and statements about the performance of workers. സോ നമ്മുടെ ഈ സൂപ്പർവൈസേഴ്സ് എന്നുള്ള പോസ്റ്റ് ഒരു കമ്പനിയിൽ എന്തിനാണ്? ആ ഒരു കമ്പനിയിൽ എന്താണ് വർക്കേഴ്സിനെ അല്ലെങ്കിൽ എംപ്ലോയീസ് ചെയ്യുന്ന വർക്ക് ഓക്കെ ആണോ, അത് നന്നായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, എന്താണ് മേൽനോട്ടം വഹിക്കാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ചെക്ക് ലിസ്റ്റ് മെത്തേഡ് എന്താ ചെയ്യുന്നത്? ഈ സൂപ്പർവൈസേഴ്സിന് ഒരു പ്രിന്റഡ് ഫോം കൊടുക്കും. ഈ ഫോമിനകത്ത് എന്താണ് ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് കാണും. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്? ഒരു വർക്കറുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു കൊടുക്കുന്ന ഫോംസിനകത്ത് ഉണ്ടായിരിക്കുക. ദ സൂപ്പർവൈസർ ഹാസ് ടു ആൻസർ ഇൻ യെസ് ഓർ നോ. ഈ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. ഈസ് ദ എംപ്ലോയി ഹാർഡ് വർക്കിംഗ്? അതായത് ഏതെങ്കിലും ഒരു എംപ്ലോയിയെ പറ്റിയാണെങ്കിൽ ആ ഒരു എംപ്ലോയി ഹാർഡ് വർക്കിംഗ് ആണോ? either yes or it can be no. Okay, next question, is he regular on work? അതായത് സ്ഥിരമായി കൃത്യസമയത്ത് ജോലിക്ക് വരുന്നുണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ കൊടുക്കാം. ഓക്കെ,
സോ ഇത് ആരാണ് ഫില്ല് ചെയ്യേണ്ടത്? സൂപ്പർവൈസർ ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് നമുക്ക് മെഷർ ചെയ്യണം അല്ലെങ്കിൽ അസസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു എംപ്ലോയിയെ ആരാണോ സൂപ്പർവൈസ് ചെയ്യുന്നത് അവർക്ക് വേണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഈ ഒരു ചെക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രിന്റഡ് ഫോം കൊടുക്കേണ്ടത്. സോ അദ്ദേഹം ആ ഒരു എംപ്ലോയിയുടെ വർക്ക് നിരീക്ഷിച്ച ശേഷം എന്ത് ചെയ്യും? ഈ ഓരോ ക്വസ്റ്റ്യനും ആൻസറുകൾ മാർക്ക് ചെയ്യും. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി സർട്ടൻ പോയിന്റ് ആൻഡ് ദേ ആർ ടോട്ടൽഡ്. ഓരോ ക്വസ്റ്റ്യനും ഒരു പ്രത്യേക മാർക്ക് കാണും അല്ലെങ്കിൽ കുറച്ച് പോയിന്റ് അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും അവസാനം എന്ത് ചെയ്യും? ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ പോയിന്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? ദീസ് ഫോംസ് ആർ സെൻഡ് ടു ദി പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്. സോ ഇപ്പൊ ഈ കൊടുത്ത ഫോംസ് എല്ലാം സൂപ്പർവൈസർ ഫില്ല് ചെയ്തതിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്യും? അത് തിരിച്ച് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ഓർ HR ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കും. സോ ഫൈനൽ ഒരു പെർഫോമൻസ് റേറ്റിംഗ് എവിടെയായിരിക്കും നടത്തുന്നത്? HR ഡിപ്പാർട്ട്മെന്റിലായിരിക്കും നടത്തുന്നത്. ഓക്കെ, സോ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചെക്ക് ലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. Employee comparison method. This method compares a worker on a job with all other workers on the same job. സോ ഈ ഒരു മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വർക്കറെ, നമ്മളെ ഒരു ജോലി ചെയ്യുന്ന ഒരാളെ അതേ ജോലി ചെയ്യുന്ന മറ്റ് വർക്കേഴ്സുമായി നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. ആരാണ് കൂടുതൽ നന്നായിട്ട് ജോലി ചെയ്യുന്നതെന്ന് നോക്കും. ഓക്കെ, ദ കമ്പാരിസൺ ഈസ് ഡൺ ഇൻ പെയേഴ്സ്. ഇൻ പെയേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് എംപ്ലോയീസിനെ എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ കമ്പാരിസൺ നടത്തുന്നത്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ 10 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ രണ്ടുപേര് വെച്ച് എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ കമ്പാരിസൺ നടത്തുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ 4 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കുക, ABCD. സോ എ നമുക്ക് ആരുമായിട്ട് കമ്പയർ ചെയ്യാം? A ഈസ് കമ്പയർഡ് ടു BCD. അതായത് അറ്റ് എ ടൈം നമ്മൾ രണ്ടുപേരെ മാത്രമേ കൺസിഡർ ചെയ്യൂ. എയും ബിയും കമ്പയർ ചെയ്യാം, അതിൽ ആരാണ് ബെറ്റർ എന്ന് കണ്ടുപിടിക്കാം. എയും സിയും കമ്പയർ ചെയ്യാം, അതുപോലെ എയും ഡിയും കമ്പയർ ചെയ്യാം. ഇനി അടുത്ത എന്താ കമ്പയർ ചെയ്യാം? ബി ഈസ് കമ്പയർഡ് വിത്ത് സി ആൻഡ് ഡി. ബിയും സിയും കമ്പയർ ചെയ്യാം, ബിയും ഡിയും കമ്പയർ ചെയ്യാം. ഇവിടെ ബിയും എയും എന്തുകൊണ്ട് കമ്പയർ ചെയ്യുന്നില്ല? കാര്യം എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണ്? എയും ബിയും കമ്പയർ ചെയ്ത് കഴിഞ്ഞു. അത് തന്നെ ആയിരിക്കില്ലേ ബിയും എയും കമ്പയർ ചെയ്താണ് സംഭവിക്കുന്നത്. സോ ബിയും സിയും കമ്പയർ ചെയ്യുന്നു, ബിയും ഡിയും കമ്പയർ ചെയ്യുന്നു. അതിനുശേഷം ഇതിൽ ആരാണ് ബെറ്റർ എന്നുള്ളത് നോട്ട് ചെയ്യുന്നു. ലാസ്റ്റിന് ഒരു കമ്പാരിസൺ കൂടെ അല്ലേ ഉള്ളൂ. സി ഈസ് കമ്പയർഡ് വിത്ത് ഡി. സിയും ഡിയും കമ്പയർ ചെയ്യുന്നു, ആരാണ് ബെറ്റർ എന്ന് കാണുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ തവണ ബെറ്റർ ആയിട്ട് വന്ന ആളായിരിക്കും എന്ത്? ബെസ്റ്റ് എംപ്ലോയി. ഇതിൽ ഏറ്റവും കുറച്ച് തവണ ബെറ്റർ ആയിട്ട് വന്നിട്ടുള്ള ആളായിരിക്കും എന്ത്? ഏറ്റവും പെർഫോമൻസ് കുറവുള്ള എംപ്ലോയി. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? എംപ്ലോയീസിനെ ഈ രണ്ടുപേരെ എടുത്ത് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ ഒക്കും. സോ ഇവിടെ ഇപ്പോൾ ടോട്ടൽ 4 എംപ്ലോയീസ് ആണ് ഉള്ളത്. ടോട്ടൽ എത്ര കമ്പാരിസൺ വേണ്ടി വന്നു? ഫസ്റ്റ് സ്റ്റെപ്പിൽ 3 കമ്പാരിസൺ വേണം. A and B, A and C, A and D. സെക്കൻഡ് സ്റ്റെപ്പിലോ B and C, B and D 2 കമ്പാരിസൺ. ലാസ്റ്റ് സ്റ്റെപ്പിലോ C and D ഒറ്റ കമ്പാരിസൺ. സോ ടോട്ടൽ കമ്പാരിസൺ എത്ര വേണ്ടി വന്നു? 3 + 2 + 1 ടോട്ടൽ 6 കമ്പാരിസൺസ് വേണ്ടി വന്നു. 4 എംപ്ലോയീസിനെ ഉള്ള ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ നമുക്ക് 6 കമ്പാരിസൺ വേണ്ടി വന്നു. ഒരു 10 എംപ്ലോയീസ് ആണെങ്കിലോ? 10 എംപ്ലോയീസ് ആണെങ്കിൽ നിങ്ങളുടെ മാത്തമാറ്റിക്സിലൊക്കെ കോമ്പിനേഷൻസ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നൊരു ടോപ്പിക്ക് പഠിക്കും. അതിൽ കോമ്പിനേഷൻസ് വെച്ചിട്ടായിരിക്കും അതിൻ്റെ ടോട്ടൽ എത്ര കമ്പാരിസൺസ് വേണം എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. 10C2 എന്നൊരു ഫോർമുല വെച്ചിട്ടായിരിക്കും. NC2 എന്നുള്ള ഫോർമുലയിൽ n ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് 10 ആണെങ്കിൽ 10C2 എന്ന ഫോർമുല വെച്ചിട്ടായിരിക്കും കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ എത്ര വരും? 10 × 9/1 × 2 45 കമ്പാരിസൺസ് വരും. 10 പേരുള്ള ഒരു ഇൻഡസ്ട്രി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ 45 കമ്പാരിസൺസ് ഇതുപോലെ നടത്തണം. അപ്പോൾ ആൾക്കാർ കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും? നമ്പർ ഓഫ് കമ്പാരിസൺസ് കൂടി പോകും. ഓക്കെ, സോ ദിസ് മെത്തേഡ് കൺസ്യൂംസ് മോർ ടൈം ഇഫ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇസ് ലാർജ്. സോ ഈ എംപ്ലോയി കമ്പാരിസൺ മെത്തേഡിന്റെ ഒരു ഡ്രോബാക്ക് ആണ് എന്ത്? അതായത് ഒരു ഇൻഡസ്ട്രിയിലെ നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടുകയാണെങ്കിൽ എന്ത് പറ്റും? ടോട്ടൽ കമ്പാരിസൺസും കൂടും. കാരണം എന്താണ്? അറ്റ് എ ടൈം നമ്മൾ 2 പേരെ മാത്രമേ കമ്പാരിസൺ എടുക്കുന്നുള്ളൂ. സോ if the number of employees in an industry increases, the total number of comparisons increases. So this method consumes more time. Okay, so ഈ ഒരു 3 മെത്തേഡ്സ് ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്?
മെറിറ്റ് റേറ്റിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസലിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ ഗോ ടു അവർ ഫസ്റ്റ് ക്യൂസ്. So your first question is, which of the following merit rating methods cannot be used if the number of employees in an industry is large? അതായത് ഒരു ഇൻഡസ്ട്രിയിലെ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ താഴെ പറയുന്ന ഏത് മെറിറ്റ് റേറ്റിംഗ് മെത്തേഡാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത്? ഓക്കെ എന്നാണ് ക്വസ്റ്റ്യൻ. യുവർ ഓപ്ഷൻസ് ആർ റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ്, എംപ്ലോയി കമ്പാരിസൺ മെത്തേഡ്, ചെക്ക് ലിസ്റ്റ് മെത്തേഡ്, ആൻഡ് ലാസ്റ്റ് വൺ നൺ ഓഫ് ദി അബവ്. So you have 20 seconds time to find the answer. Okay, your time starts now. Okay guys, time up. We are moving on. So the next topic is training. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണ്. ജോബ് അനാലിസിസ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ജോബ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് പഠിച്ചു. അതിൽ വരുന്നതാണ് എന്തൊക്കെ? ജോബ് ഇവാലുവേഷൻ, പെർഫോമൻസ് അപ്രൈസൽ, അതുപോലെ തന്നെ ട്രെയിനിങ്. ഓക്കെ, നമ്മുടെ കമ്പനിയിലുള്ള ജോബുകളെല്ലാം സ്റ്റഡി ചെയ്ത് വേണ്ട രീതിയിൽ അനലൈസ് ചെയ്ത ശേഷം നമുക്ക് എന്ത് കിട്ടും? ജോബ് സ്പെസിഫിക്കേഷൻ കിട്ടും, അതുപോലെ ജോബ് ഡിസ്ക്രിപ്ഷനും കിട്ടും. ഇതിന്റെ രണ്ടിന്റെയും ബേസിസിൽ നമ്മൾ നടത്തുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ? ഫസ്റ്റ് വൺ ജോബ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ കമ്പനിയിലുള്ള ജോബുകളെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നു, ഓരോ ജോലിക്കും എന്ത് റെമ്യൂണറേഷൻ കൊടുക്കണം എന്ന് കണ്ടുപിടിക്കുന്നു. നെക്സ്റ്റ് വൺ എന്താണ്? പെർഫോമൻസ് അപ്രൈസൽ ഓർ മെറിറ്റ് റേറ്റിംഗ്. അതായത് ജോബ് ഇവാലുവേഷനിൽ നമ്മൾ ജോബ് മാത്രമേ കൺസിഡർ ചെയ്തോളൂ, അത് ചെയ്യുന്ന ആളിനെ കൺസിഡർ ചെയ്തില്ല. സോ ഓരോ ജോബും ചെയ്യുന്ന ആൾക്കാരുടെ പെർഫോമൻസിനെ മെഷർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫോമൻസ് അപ്രൈസൽ അല്ലെങ്കിൽ മെറിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അതും എന്തിനു ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്? ജോബ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്. സോ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, എന്താണ്? ട്രെയിനിങ്. ജോബ് അനാലിസിസ് ചെയ്ത് നമുക്ക് ജോബിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ എല്ലാം കിട്ടിയ ശേഷം എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ കമ്പനിയിലുള്ള എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക. സോ ആർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാം? ഒരു കമ്പനിയിൽ പുതിയതായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്ക് മസ്റ്റായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? വേണ്ട പരിശീലനം കൊടുക്കണം. ഓക്കെ, ഇനി കമ്പനിയിലുള്ള എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? കമ്പനിയിലുള്ള എംപ്ലോയീസിനും ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. വരുന്ന ഒരു രണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, നമ്മുടെ കമ്പനിയിൽ ഒരു പുതിയ മെഷീനറിയോ അല്ലെങ്കിൽ പുതിയ കുറച്ച് എക്യുപ്മെന്റ്സോ വരുന്നു എന്ന് വിചാരിക്കുക. ആ ഒരു എക്യുപ്മെന്റ് പ്രവർത്തിപ്പിക്കാൻ ചിലപ്പോൾ ഇപ്പോൾ കമ്പനിയിലുള്ള സ്റ്റാഫിന് പറ്റിയെന്ന് വരില്ല, അവർക്ക് അറിയണമെന്നില്ല. സോ എന്ത് ചെയ്യണം? ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം, പുതിയ മെഷീനറിയെ പറ്റിയോ അല്ലെങ്കിൽ പുതിയ കമ്പോണൻസിനെ പറ്റിയോ. ഓക്കെ, വേറൊരു കേസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കമ്പനി കുറച്ച് എംപ്ലോയീസിന് പ്രൊമോഷൻ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ഹയർ പോസ്റ്റിലേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ്. സോ അവർക്കും ഇപ്പോൾ അവർക്ക് അറിയാവുന്ന അത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ പോരാ, കുറച്ചുകൂടെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ കമ്പനിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്ന എംപ്ലോയീസിനും നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് കൊടുത്തിരിക്കണം? ട്രെയിനിങ് കൊടുത്തിരിക്കണം. ഓക്കെ, സോ മൂവിങ് ഓൺ. ട്രെയിനിങ്, it is the process by which someone is taught the skills that are needed for the job in an industry. ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ജോലിക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒരാളെ നമ്മൾ എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, it is the program that helps employee to learn specific knowledge or skills to improve their performance. സോ ഈ ട്രെയിനിങ് എന്താണ്? ഓരോ എംപ്ലോയീസിൻ്റെയും അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. എങ്ങനെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു? പുതിയ കാര്യങ്ങളെ പറ്റി അവർക്ക് പഠിക്കാൻ പറ്റുന്നു, പുതിയ കഴിവുകൾ ആർജിക്കാനും അവർക്ക് പറ്റുന്നു ഈ ഒരു ട്രെയിനിങ്ങിലൂടെ. ഓക്കെ, സോ നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ്. എന്താണ് ഈ ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ട്രെയിനിങ് ഈസ് ക്രൂഷ്യൽ ഫോർ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ആൻഡ് സക്സസ്. Okay, next one, it is useful for both employers and employees in an organization. Okay, next one, the employee will become more efficient and productive if he is trained well. Okay, അതായത് ഒരു കമ്പനിയിലെ എംപ്ലോയി
അദ്ദേഹം കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആവും, അതുപോലെ തന്നെ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവും അദ്ദേഹത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, മൂവിങ് ഓൺ. സോ ദ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. സോ നമ്മളിപ്പോൾ ട്രെയിനിങ് എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ട്രെയിനിങ് കൊടുക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള പരിശീലനങ്ങൾ നമുക്ക് നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ there are two types of training. First one is the on the job training and next one is off the job training. Okay, two methods are there. They are on the job training and off the job training. On the job training എന്ന് വെച്ചാൽ എന്താണ്? ഒരു ജോലി നമ്മൾ ചെയ്യിപ്പിച്ചുകൊണ്ട് അയാൾക്ക് പരിശീലനം കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. കറക്റ്റ് ഒരു ജോലി നമ്മൾ എവിടെയാണോ ചെയ്യേണ്ടത്, കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യേണ്ടത് ഏത് സാഹചര്യത്തിലാണോ അതേ സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിനെ കൊണ്ടുചെല്ലുന്നു, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നു. ഇതിനെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് വെച്ചാൽ എന്താണ്? കമ്പനിയിലല്ല, മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു ട്രെയിനിങ് സെന്ററുകളിൽ വെച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂംസിലോ ലെക്ചർ ഹാൾസിലോ ഡിസ്കഷൻ റൂംസിലോ എവിടെയെങ്കിലും വെച്ച് ഈ ഒരു അദ്ദേഹം ചെയ്യേണ്ട ജോലിയെ പറ്റിയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ നമുക്കിത് രണ്ടും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് ഓൺ ദ ജോബ് ട്രെയിനിങ്. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് the employees are trained in actual working scenario. അതായത് ആ ഒരു എംപ്ലോയി ആ ഒരു കമ്പനിയിൽ എവിടെയാണോ വർക്ക് ചെയ്യേണ്ടത് അവിടെ തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നത്? ട്രെയിനിങ് കൊടുക്കുന്നത്. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് ഈസ് എ സിമ്പിൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ട്രെയിനിങ് മെത്തേഡ്. ഓക്കെ, ഒരു സിമ്പിൾ മെത്തേഡാണ്, അതുപോലെ തന്നെ ചെലവ് കുറഞ്ഞ ട്രെയിനിങ് മെത്തേഡുമാണ്. നെക്സ്റ്റ് വൺ, ദ പ്രൊഫിഷ്യന്റ് ആസ് വെൽ ആസ് സെമി പ്രൊഫിഷ്യന്റ് എംപ്ലോയീസ് ക്യാൻ ബി വെൽ ട്രെയിൻഡ് ബൈ യൂസിങ് ദിസ് മെത്തേഡ്. പ്രൊഫിഷ്യന്റ് എന്ന് വെച്ചാൽ എന്താണ്? വെൽ സ്കിൽഡ് എന്ന് പറയാം. അതായത് കഴിവുകളൊക്കെ ആർജിച്ച വളരെ എന്താണ് ജോലി ചെയ്യാൻ നന്നായി അറിയാവുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെമി പ്രൊഫിഷ്യന്റ് എന്ന് വെച്ചാൽ ഏകദേശം ജോലിയെ പറ്റിയൊക്കെ അറിയാം, എന്നാൽ പൂർണ്ണമായിട്ടും അറിയില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ സെമി പ്രൊഫിഷ്യന്റ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്തരം ട്രെയിനിങ്, അതായത് ഓൺ ദ ജോബ് ട്രെയിനിങ്, അതായത് എവിടെയാണോ ജോലി ചെയ്യുന്നത് അതേ മെഷീനറി അല്ലെങ്കിൽ അതേ ഒരു സ്ഥലത്ത് തന്നെ അതേ എൻവയോൺമെന്റിൽ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ആ എംപ്ലോയീസ് ആരൊക്കെ ആയിരിക്കണം? ഈ ജോലിയെ പറ്റി നന്നായി അറിയാവുന്നവരും ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഈ ജോലിയെ പറ്റി ഏകദേശം ഒരു ഐഡിയ ഉള്ളവർ ആയിരിക്കണം. അങ്ങനെയുള്ള എംപ്ലോയീസിന് ഈ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദ മോട്ടോ ഓഫ് സച്ച് ട്രെയിനിങ് ഈസ് ലേണിംഗ് ബൈ ഡൂയിങ്. ഓക്കെ, അതായത് ഇത്തരം ട്രെയിനിങ്, ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നതിന്റെ മോട്ടോ എന്താണ്? നമ്മൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ നമ്മൾ ഈ ചെയ്യുന്നതിലൂടെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക ചെയ്യുന്ന ആണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഗോയിങ് ടു ദി നെക്സ്റ്റ് മെത്തേഡ്, ഇറ്റ് ഈസ് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. So the first point is training is provided away from the actual working condition. അതായത് ശരിക്കുള്ള വർക്കിംഗ് കണ്ടീഷനിലായിരിക്കില്ല ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്, ദൂരെ എവിടെയെങ്കിലും വെച്ചായിരിക്കും. It is generally used in case of new employees. അതായത് ഒരു കമ്പനിയിലേക്ക് പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് ഇത്തരം ട്രെയിനിങ് ആയിരിക്കും കൊടുക്കുന്നത്. അവരെ നമുക്ക് നേരെ മെഷീൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്യുപ്മെന്റിന്റെ അടുത്തോ കൊണ്ടുപോയി നിർത്തി ജോലി ചെയ്യിപ്പിക്കാൻ വെക്കുമോ? കാര്യം എന്താണ്? അവർക്ക് ഈ ഒരു പുതിയ ആ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിനെ പറ്റിയോ അല്ലെങ്കിൽ അവർ എന്ത് മെഷീനാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്നോ ഒരു ഐഡിയയും ഇല്ലാത്ത ആൾക്കാരാണ് ഈ പുതിയ എംപ്ലോയീസ് എന്ന് പറയുന്നത്. സോ അവർക്ക് നമുക്ക് എന്ത് ടൈപ്പ് ട്രെയിനിങ് കൊടുക്കാൻ നോക്കൂ? ഓഫ് ദ ജോബ് ട്രെയിനിങ് മാത്രമേ കൊടുക്കാൻ നോക്കൂ. നെക്സ്റ്റ് വൺ, ഇൻസ്റ്റൻസ് ഓഫ് ഓഫ്-ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ആർ വർക്ക്ഷോപ്സ്, സെമിനാർസ്, കോൺഫറൻസ് എക്സെട്ര. നമ്മളിത് എവിടെ വെച്ചായിരിക്കും കൊടുക്കുന്നത്? വർക്ക്ഷോപ്പുകളിൽ വെച്ചോ അല്ലെങ്കിൽ സെമിനാർ ഹാളുകളിൽ വെച്ചോ കോൺഫറൻസ് ഹാളിൽ വെച്ചോ ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓഫ് ദ ജോബ് ട്രെയിനിങ് നടത്തുന്നത്. ദിസ് മെത്തേഡ് ഈസ് കോസ്റ്റ്ലി. ഓക്കെ, ചിലവേറിയതാണ്. ഇറ്റ് ഈസ് എഫക്റ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഹാവ് ടു ബി ട്രെയിൻഡ് വിതിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. അതായത് ഒരുപാട് എംപ്ലോയീസിനെ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡാണ് നല്ലത്. നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? അവരെ കൊണ്ട് മെഷീനറി ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് അവരെ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ തന്നെ ജോലി ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ എന്താണ്? നമ്മൾ ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് ഒരുപാട് പേർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒക്കില്ല. ഓക്കെ, so this type of method, this type of training method, that is off the job training method, is
used in case of new employees, and it will be effective if and only if large number of employees have to be trained within a short period of time. Okay, moving on. So methods of training, നമ്മളിപ്പോൾ രണ്ട് മെത്തേഡ് പഠിച്ചു. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സും അതുപോലെ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സും. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് എന്ന് വെച്ചാൽ കറക്റ്റ് ആ ഒരു എംപ്ലോയി വർക്ക് ചെയ്യേണ്ടത് എവിടെയാണോ അവിടെ കൊണ്ടുപോയി അദ്ദേഹം എന്താണ് ജോലി ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓഫ് ദ ജോബ് ആകുമ്പോഴോ ഈ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിലേ അല്ല, അവിടെ നിന്നൊക്കെ മാറി എവിടെ കൊണ്ടുപോകും, ട്രെയിനിങ് റൂംസിലോ അല്ലെങ്കിൽ എന്താണ് വർക്ക്ഷോപ്പുകളിലോ കോൺഫറൻസ് ഹാളുകളിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. സോ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സും ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സിനെയും കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. So first of all, we can go through the on-the-job training methods. First one is job instruction training. Okay, നമ്മളിത് എവിടെയാണ് ചെയ്യുന്നത്? On the job means we are going for training on the site. Okay, on the site where we are going to work. അതായത് നമ്മൾ ജോലി ചെയ്യേണ്ട അതേ സ്ഥലത്ത് തന്നെയാണ് on the job training നടത്തുന്നത്. First method is job instruction training. സോ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ജോലിയുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. ആ ഒരു ഇൻസ്ട്രക്ഷൻസിന്റെ ബേസിസിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ മെഷീനറിയാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ മെഷീനറിയുടെ അടുത്ത് നിങ്ങൾ കാണും, ഈ മെഷീനറി പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങളുടെ സുപ്പീരിയർ തരും. അതനുസരിച്ച് നിങ്ങൾ ആ മെഷീനറി പ്രവർത്തിപ്പിച്ച് ആ രീതിയിൽ നിങ്ങളിത് പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കോച്ചിങ്. കോച്ചിങ് ഒക്കെ നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ള ഒരു ടേം ആണ്. ഇപ്പോൾ ക്രിക്കറ്റിലൊക്കെ എങ്ങനെയാണ്, കോച്ചാണുള്ളത്, കോച്ചിങ് ആണ് കൊടുക്കുന്നത്. അതായത് അതൊരു ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. ഓൺ ദ ജോബ് ട്രെയിനിങ് ആർക്കാണ് കൊടുക്കുന്നത്? ഈ ജോലിയെ പറ്റി നന്നായിട്ട് അറിയാവുന്ന ആളിനോ അല്ലെങ്കിൽ ഒരു ഏകദേശ ധാരണ ഉള്ള ആളിനോ മാത്രമേ നമുക്ക് ഈ കോച്ചിങ് മെത്തേഡ് കൊടുക്കാൻ പറ്റൂ. ഓക്കെ, ഇപ്പോൾ ക്രിക്കറ്റിനെ പറ്റി ഒരു പിടിയോ അറിഞ്ഞിടാത്ത ഒരാളാകുമ്പോൾ കോച്ച് ചെയ്യാൻ നോക്കുമോ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ ഈ ബെഞ്ച് റൊട്ടേഷൻ എന്ന് കേട്ടിട്ടില്ലേ? അതായത് ഒരു ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾ അടുത്ത ദിവസം തൊട്ടടുത്ത ബെഞ്ചിലോട്ട് മാറിയിരിക്കും. അതുപോലെ ജോബ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കമ്പനിയിൽ ഇപ്പോൾ ഒരു 5 ജോബ് ഉണ്ടെങ്കിൽ ചെയ്യുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, എന്നിട്ട് അവരെന്ത് ചെയ്യും, ആ ജോലി ചെയ്യും. സോ ഇങ്ങനെ ചെയ്യുന്നതിലൂടെയുള്ള ഉപയോഗം എന്താണ്? ഒരു എംപ്ലോയിക്ക് ബാക്കിയുള്ള ആ ജോലികളെ കൂടെ എന്താണ് ഫെമിലിയറൈസ് ചെയ്യാൻ നോക്കും. ഓക്കെ, പരിചയപ്പെടാൻ നോക്കും. നെക്സ്റ്റ് വൺ ഈസ് കമ്മിറ്റി അസൈൻമെന്റ്സ്. കമ്മിറ്റി എന്ന് വെച്ചാൽ എന്താണ്? വേർഡിന്റെ മീനിങ് ഒരു ഗ്രൂപ്പ് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. സോ കമ്മിറ്റി അസൈൻമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രൂപ്പ് അസൈൻമെന്റ്സ്. അതായത് ഒരു കൂട്ടം എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ഇൻഡസ്ട്രിയൽ പ്രോബ്ലം കൊടുക്കും. ഓക്കെ, ഒരു ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊടുക്കും. അവരെന്ത് ചെയ്യണം, അവരെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ തിരിച്ചു കൊടുക്കണം. ഓക്കെ, അതായത് നമ്മൾ ഗ്രൂപ്പായിട്ടൊരു അസൈൻമെന്റ് കൊടുക്കുന്നു എന്നുള്ള ഒരു മീനിങ്ങേ അതിനുള്ളൂ. സോ ഈ കമ്മിറ്റി അസൈൻമെന്റ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ കമ്മിറ്റി അസൈൻമെന്റ്സ് എന്തിനാണ് കൊടുക്കുന്നത്? ഈ എംപ്ലോയീസിനിടയിലുള്ള അല്ലെങ്കിൽ വർക്കേഴ്സിനിടയിലുള്ള ടീം സ്പിരിറ്റ് അല്ലെങ്കിൽ ടീം വർക്ക് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? കമ്മിറ്റി അസൈൻമെന്റ്സ് കൊടുക്കുന്നത്. സോ ഈ 4 കാര്യങ്ങളാണ് എന്തിലുള്ളത്? ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സിലുള്ളത്. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് ഉണ്ട്, കോച്ചിങ് ഉണ്ട്, ജോബ് റൊട്ടേഷൻ ഉണ്ട്, കമ്മിറ്റി അസൈൻമെന്റ്സ് ഉണ്ട്. So next we can discuss about the different off-job training methods. First one is vestibule training. So vestibule, നിങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു വേർഡാണ്. വെസ്റ്റിബ്യൂൾ ഒരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് വേർഡാണ്. വെസ്റ്റിബ്യൂൾ മീൻസ് ഇറ്റ് ഇസ് എ പ്ലേസ് ദാറ്റ് ഇസ് ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ദവർ വർക്കിംഗ് എൻവയോൺമെന്റ്. ഓക്കെ, അതായത് നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു വർക്കിംഗ് സ്പേസിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ വേറൊരു സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെസ്റ്റിബ്യൂൾസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഏതെങ്കിലും ഒരു മെഷീനറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോട്ടോറോ വല്ലതാണ് വർക്ക് ചെയ്യിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു മോട്ടോറിനെ വേറൊരു റൂമിൽ സെറ്റ് ചെയ്തിട്ട് ആ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് ഈ മോട്ടോറിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. നേരിട്ട് വർക്കിംഗ് സൈറ്റിൽ കൊണ്ടുപോകില്ല, പകരം എന്ത് ചെയ്യും, വെസ്റ്റിബ്യൂൾസിൽ കൊണ്ടുപോകും. സോ ദ വെസ്റ്റിബ്യൂൾസ് ആർ പ്ലേസസ് മെയ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് വിച്ച് ക്യാൻ ഡ്യൂപ്ലിക്കേറ്റ് ദ വർക്കിംഗ് എൻവയോൺമെന്റ് ഓഫ് ആൻ എംപ്ലോയി. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റോൾ പ്ലേയിങ്. റോൾ പ്ലേയിങ് എന്ന് പറയുമ്പോൾ ഈ ഓഫ് ദ ജോബ് മെത്തേഡ്സ് ആർക്കാണ് കൊടുക്കുന്നത്? പുതിയതായിട്ട് വരുന്ന ഫ്രഷ് എംപ്ലോയീസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് കൊടുക്കുന്നത്. സോ റോൾ പ്ലേയിങ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും 2 റോളുകൾ ഇവർ തിരഞ്ഞെടുക്കും. ഇപ്പോൾ മാനേജർ, വർക്കർ എന്നുള്ള 2 റോള് 2 പേര് തിരഞ്ഞെടുത്തിട്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്യും, ഒരു കോൺവെർസേഷൻ നടത്തും.
തമ്മിൽ സംസാരിക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ഇങ്ങനെ സംസാരിക്കുന്നതിലൂടെ എന്ത് കാര്യം അവർ പഠിക്കുന്നത്, ഒരു മാനേജർ എങ്ങനെയായിരിക്കണം ഒരു എംപ്ലോയിയോട് പെരുമാറേണ്ടത് എന്നുള്ള കാര്യവും പഠിക്കും. അതുപോലെ ഒരു എംപ്ലോയി തിരിച്ചൊരു മാനേജറോട് എങ്ങനെ പെരുമാറണം, അതായത് ഈ ഒരു മെത്തേഡിലൂടെയാണ് ഇവർ എന്ത് പഠിക്കുന്നത്, ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ പറ്റി പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ലെക്ചർ മെത്തേഡ്. ലെക്ചർ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്ലാസ് റൂമിൽ നമ്മളെ ക്ലാസ് നടക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ്. ഈ ട്രെയിനീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോൺഫറൻസ് റൂമിലോ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിലോ കൊണ്ടുപോകുന്നു, ഒരു ലെക്ചർ ഹാളിലോ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ജോലി എന്താണെന്നും എന്തൊക്കെ ജോലികളാണ് അവർ ചെയ്യേണ്ടതെന്നും ഉള്ള കാര്യങ്ങളെല്ലാം ലെക്ചറിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ്. ഓക്കെ, ഇത് നമ്മുടെ എന്താണ്, ഒരു എക്സ്പെരിമെന്റിന്റെ നമ്മൾ പ്രൊസീജിയർ പറഞ്ഞു കൊടുക്കുന്ന പോലെ അതേ മെത്തേഡ് തന്നെയാണ്. അതായത് അവരെ വർക്കിംഗ് എൻവയോൺമെന്റിൽ കൊണ്ടുപോകുന്നില്ല, പക്ഷേ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ്, ഒരു വർക്കിംഗ് എൻവയോൺമെന്റിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, സോ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, 1 by 1 ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് കോൺഫറൻസ് ഓർ ഡിസ്കഷൻ മെത്തേഡ്. കോൺഫറൻസ് ഓർ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സുപ്പീരിയർ എംപ്ലോയിയും കാണും, പുതിയ എംപ്ലോയീസ്, ന്യൂലി റിക്രൂട്ടഡ് ആയിട്ടുള്ള എംപ്ലോയീസും കാണും. ഇവരെല്ലാം എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവരൊരു കോൺഫറൻസ് സെറ്റപ്പ് ചെയ്യും. സോ ഇതിലൂടെ എന്ത് ഇവർക്ക് മനസ്സിലാക്കാൻ നോക്കും, അവർക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ കാണും ഇതിനെപ്പറ്റി, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ സാധനം ഇങ്ങനെ ഒരു സംഭവം വന്നാൽ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ എന്ത് നടപടിയാണ് എടുക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകളെല്ലാം അവർ ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാണ്, കോൺഫറൻസിലൂടെയോ അല്ലെങ്കിൽ ഡിസ്കഷൻസിലൂടെയോ ആണ്. സോ ഈ ഒരു 5 മെത്തേഡുകൾ എന്ത് മെത്തേഡ്സിൽ വരുന്നതാണ്, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സിൽ വരുന്നതാണ്. ഈ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ആർക്കാണ് കൊടുക്കുന്നത്, ന്യൂലി അപ്പോയിന്റഡ് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള എംപ്ലോയീസിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് കൊടുക്കുന്നത്. ഓക്കെ, ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ആർക്കാണ് കൊടുക്കുന്നത്, പ്രൊഫിഷ്യന്റ് അല്ലെങ്കിൽ സെമി പ്രൊഫിഷ്യന്റ്, വളരെ നന്നായിട്ട് ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കോ അല്ലെങ്കിൽ ഈ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഏകദേശം ഒരു ഐഡിയ ഉള്ള ഒരാൾക്ക് മാത്രമേ നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് കൊടുക്കാറുള്ളൂ. സോ ഇതൊന്ന് ഓർത്ത് വെക്കാൻ ഒരു ഷോർട്ട് കട്ട് കൂടെ പറഞ്ഞു തരാം. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, 4 വേർഡുകളുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് JC എന്നാണ്. സോ 2 times JC എന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി, നിങ്ങൾക്കത് തെറ്റാതെ തന്നെ എഴുതാൻ നോക്കും. സോ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സിലേക്ക് പോകുമ്പോൾ ഷോർട്ട് കട്ട് RLC PV എന്നാണ്. RLC എന്താണെന്ന് ഇനി ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. R for റെസിസ്റ്റൻസ്, L for ഇൻഡക്റ്റൻസ്, C for കപ്പാസിറ്റൻസ്, പിന്നെ ഒരു PV കൂടെ ഉണ്ട്, പവർ വോൾട്ടേജ് എന്ന രീതിയിൽ അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ട്രെയിനിങ്ങിലും അതുപോലെ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്ങിലും ഉള്ളത്. ഓക്കെ, സോ വി ക്യാൻ ഗോ ഫോർ ദ സെക്കൻഡ് ക്യൂസ് നൗ. യുവർ ക്വസ്റ്റ്യൻ ഈസ്, which of the following training methods cannot be given for newly appointed employees? അതായത് പുതിയതായിട്ടൊരു കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യുന്ന എംപ്ലോയീസിന് താഴെ പറയുന്ന ഏത് ട്രെയിനിങ് മെത്തേഡാണ് കൊടുക്കാൻ പറ്റാത്തത്? ഓക്കെ, യുവർ ഓപ്ഷൻസ് ആർ കമ്മിറ്റി അസൈൻമെന്റ്സ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, conference. So you have 20 seconds time, you can find the answer. So your time starts now. Okay, time up. So that's all for today. So thank you all, stay safe.